ഗൈസ്, എന്താ പിന്നെ എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിന്ന് ചട്ടിച്ചോറ് തിന്നാൻ പോവുകയാണ്. ഇതാ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കുറേ പ്രാവശ്യം അവിടെ പോയി കഴിച്ചിട്ടുണ്ട്. പക്ഷേ വല്യമ്മായി കഴിച്ചിട്ടില്ല. വല്യമ്മായിക്ക് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഏറെ പോണത്. അപ്പോൾ ഇതാ അവിടെ എത്തി. പക്ഷേ നല്ല തിരക്കാണ് കേട്ടോ. കാറ് പോലും ഇടാൻ സ്ഥലമില്ലാത്ത അവസ്ഥയാണ്. അങ്ങനെ ഒരു ഇതാണ് ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്ത് ഇതാ കണ്ട എത്തിയിട്ടോ. ഉറി എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അവിടെ കുറേ അധികം വിഭവങ്ങളുണ്ട്. എന്താ സംഭവം എന്ന് പറയാനില്ല. ചട്ടിച്ചോറ്, വഞ്ചിച്ചോറ്, മൈലാഞ്ചിച്ചോറ്, ഇത് ഞങ്ങൾ കഴിച്ചിട്ടില്ല. ഞങ്ങളവിടെ ചട്ടിച്ചോറ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ബിരിയാണിയും കഴിച്ചിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. അപ്പം എന്താ ഞങ്ങൾ പുറത്ത് നിൽക്കേണ്ടി വന്നു. സംഭവം അവിടെ കയറി ഇരിക്കാൻ പോലും സ്ഥലമില്ല. ഇരിക്കാൻ പോയിട്ടാണ് നിന്ന് തിരിയാൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ എന്തായാലും വെയിറ്റ് ചെയ്യില്ല. അപ്പം ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ ഉണ്ണിക്കുട്ടൻ ഓടി കളിക്കുകയാണ്. ഫോട്ടോ എടുക്കാനൊന്നും സമ്മതിക്കണില്ല. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് പിന്നെ ഫോട്ടോ ഒക്കെ എടുത്ത് ഞാൻ ഉണ്ണിക്കുട്ടിക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് തന്ന്. അങ്ങനെ കടയിൽ കയറിയിട്ട് അരമണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങളിതാ ചട്ടിച്ചോറ് ഇവിടെ വന്നിരിക്കുകയാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ ഫുള്ള് മൺപാത്രങ്ങളാണ് ഉള്ളത്. ഇപ്പോൾ ചട്ടിയാണെങ്കിലും വെള്ളം വെച്ചത് കൂജയിലാണ്. നല്ല തണുപ്പുള്ള വെള്ളമാണ് അതിൽ നിന്ന് വരുന്നത്. ചെന്ന പാടന്നെ ആദ്യം സാമ്പാർ രസമാണ് കൊണ്ടുവന്ന് ചെന്നാൽ ആദ്യം ഞങ്ങൾ രസമൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾ ചട്ടിച്ചോറ് വന്ന്. ചട്ടിച്ചോറിൽ കുറേ അധികം വിഭവങ്ങളുണ്ട്. കോഴിമുട്ട ആംപ്ലേറ്റ് ഉണ്ട്, കൊള്ളി പൂളക്കിഴങ്ങുണ്ട്, അച്ചാറുണ്ട്. നല്ല നാരങ്ങ അച്ചാറായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചമ്മന്തി ഉണ്ടായിരുന്നു. പിന്നെന്താ നമ്മളെ കോവയ്ക്കൂട്ടുണ്ടായിരുന്നു. പപ്പടം ഉണ്ടായിരുന്നു. പിന്നെ അടിപൊളി ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു. ഇപ്പോഴും ആലോചിക്കുമ്പോൾ അതിൽ വെള്ളം വരണം. അങ്ങനെ അവിടെ നിൽക്കുന്ന ഒരു പപ്പായ ഞങ്ങൾ ശ്രദ്ധിച്ച്. നല്ല രസമുണ്ടായി കാണാൻ അവിടെ നിൽക്കുന്ന വേണ്ടിയിട്ട്. നല്ല അടിപൊളി കൂന്തൽ റോസ്റ്റ് ഉണ്ടായിരുന്നു. മോരുണ്ടായിരുന്നു. അമ്മ വെജിറ്റേറിയൻ ആയതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് കുറേ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കൈ കഴിക്കുന്നതിന് ശേഷം അമ്മയ്ക്ക് ഫുഡ് വന്നത്. കണ്ടില്ലേ ഈ കൂച്ചയിൽ നല്ല തണുത്ത വെള്ളമാണ് കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഐസ്ക്രീമൊക്കെ മേടിച്ച്. ഐസ്ക്രീം ബദാമിൻ്റെ ഐസ്ക്രീമാണ് മേടിച്ചത്. അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ തന്നെ ഇരുന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ അടുത്ത് എങ്ങോട്ടാ പോകാനെന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു പാർക്കും സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടെന്ന് മനസ്സിലായത്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയി. പക്ഷേ നോക്കുമ്പോൾ പാർക്കിൽ കയറാനൊന്നും ഉണ്ണാൾക്ക് താല്പര്യമില്ല. പക്ഷേ സ്വിമ്മിംഗ് പൂൾ കണ്ടപ്പോൾ രണ്ടാളും ചാടി വീണ്. അങ്ങനെ ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ ടിക്കറ്റ് എടുത്ത് കയറി. നോക്കുമ്പോഴാണ് സ്വിമ്മിംഗ് പൂൾ ഇവിടെ ഉണ്ടെന്നൊന്നും ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കയ്യിൽ ഡ്രസ്സൊന്നും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ ഉള്ളത് കൊണ്ട് ഉണ്ണിക്കുട്ടൻ്റെ നിക്കറൊക്കെ വാങ്ങിച്ച് അതെടുത്തിട്ട് അവൻ വേഗം കണ്ട പാടാൻ ആയി കയറി കളിക്കൽ തുടങ്ങി. അപ്പോഴാണ് ഞങ്ങൾക്കൊരു പൂതി തോന്നിയാൽ കളിക്കാൻ വേണ്ടിയിട്ട്. ആദ്യം കയറേണ്ട വെച്ചിട്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഡ്രസ്സ് മേടിച്ചിട്ട് ഞങ്ങളും അതിലിറങ്ങി. ഞാനും അച്ഛനും ഉണ്ടായിരുന്നു. അർജുട്ടതാ കളിക്കുന്നുണ്ട്. നിരഞ്ജുട്ടൻ ഇറങ്ങിയില്ല. നിരഞ്ജുട്ടൻ ഒന്ന് നോക്കിക്കാണ് ഇനി ഇറങ്ങണോ വേണ്ട വെച്ചിട്ട്. ഞങ്ങൾ ഇറങ്ങാന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഓനും എന്നാൽ പിന്നെ ഞാനും കളിച്ചോട്ടെ പറഞ്ഞിട്ട് ഞങ്ങൾ മൂന്നാൾ ഇറങ്ങി. ഉണ്ണികൾക്ക് ചെറിയ പൂളാണ്, ഞാൻ കുറച്ച് വലിയ പൂളാണ്. അപ്പുറത്ത് കണ്ട രണ്ടും വേർതിരിച്ചിട്ടുണ്ട്. കാരണം കാലെത്തൂല. നല്ല മറ്റൊരു നല്ല ഇറക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് കുഞ്ഞു കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഇതാക്കി സെറ്റ് ചെയ്തിരിക്കുന്നത്. അടിപൊളി സ്ഥലമാണ്. കണ്ടില്ലേ, ചുറ്റും ടൈൽസൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു വൈബ് ഉണ്ട്. ഒരു കടൽ തീരത്തൊക്കെ ഇരിക്കുന്ന ആ ഒരു വൈബൊക്കെ ഉണ്ട്. അവിടെ കുറേ കുട്ടികളുണ്ടായിരുന്നു അവിടെ കളിക്കുന്നത്. അടിപൊളിയാണ്. അവരൊക്കെ നല്ല കമ്പനിയായി. ചേച്ചി എങ്ങനെ എനിക്കാണെങ്കിൽ നീന്തൊക്കെ നിച്ചില്ല. നീന്തൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഏറെ ഇറങ്ങിയത്. നോക്കുമ്പോൾ അവർ വാൽ ട്യൂബൊക്കെ കൊണ്ടുവന്ന് അതിട്ടിട്ട് ഞാനും ഇറങ്ങി. അച്ഛനൊക്കെ കുറച്ചൊരു പേടിയുണ്ട് ഇങ്ങനെ നല്ല വെള്ളത്തേക്ക് ഇറങ്ങാൻ. പക്ഷെ ഞങ്ങൾ രണ്ടാളും വരുമ്പോൾ തന്നെ ശരിയായി. അങ്ങനെ ഞങ്ങൾ അവിടെ 1 മണിക്കൂറാണ് നിന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഇറങ്ങി. പുറത്ത് നല്ല മഴയായിരുന്നു. ഞങ്ങളങ്ങനെ ഓടി വന്ന് കാറിൽ കയറി. അപ്പോഴാണ് എല്ലാവർക്കും കുറേ നേരമായി. ഉച്ചയ്ക്ക് ചട്ടി ബിരിയാണി കഴിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് വിശന്ന് എല്ലാവരും ഒരു വിധായി. പിന്നെ ഒന്നാമത് ഞങ്ങൾ കളിച്ച കാരണം കൊണ്ട് ഞങ്ങൾക്ക് അതിലേറെ വിശപ്പുണ്ട്. അങ്ങനെ അടിപൊളി മഴ കണ്ട കാറിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ അങ്ങനെ മഴ പെയ്യണ ഇങ്ങനെ കാണാനുണ്ട്. അടിപൊളി വൈബാണ്. പുഴയാണ് ആ കാണുന്നത്. പൊന്നാനി കർമ്മയാണ്. അവിടെ അടുത്ത് തന്നെയാണ് സ്വിമ്മിംഗ് പൂളും പാർക്കുള്ള സ്ഥലം. ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ പൊക്കോട്ടെ. അടിപൊളി സ്ഥലമാണ്. നമ്മൾ നീന്തലൊക്കെ പഠിക്കാൻ നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങനെ ഞങ്ങളിതാ ചായക്കട നോക്കി നടന്ന് ചായക്കടയിലെത്തി. അവിടെ ഇരുന്ന് കഴിക്കുമ്പോൾ തന്നെ അടിപൊളി വൈബാന്ന് തോന്നി. അത് കായലിൻ്റെ മുകളിൽ കിഴങ്ങുകൊണ്ട് ഉണ്ടാക്കിയ ഒരു പെട്ടിക്കടയായിരുന്നു അത്. അങ്ങനെ നടക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോഴാണ് ഇങ്ങനെ ഇളകുമ്പോൾ പേടിയൊക്കെ ആവുന്നുണ്ടായിരുന്നു. അങ്ങനെയല്ല എല്ലാവരും പോയി ഫുഡ് കഴിച്ച്. ആ ഫുഡ് കഴിച്ച ഭാഗം ഞങ്ങളിതിൽ ചേർക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അത് എടുക്കാൻ മറന്നുപോയി. പഴംപൊരി, ഉള്ളിവട, പരിപ്പ് വട, ഹോർലിക്സ് ഉണ്ടായിരുന്നു, കോഫി ഉണ്ടായിരുന്നു, കട്ട ഉണ്ടായിരുന്നു. ഒക്കെ അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. പിന്നെ ചെറിയ ചാറ്റൽ മഴ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചൂട് ചായയും നമ്മൾ പറയില്ലേ, അടിപൊളി വൈബായിരുന്നു. പിന്നെ കായലോരത്തിരുന്നിട്ട് കഴിക്കുമ്പോൾ അതൊരു വേറെ വൈബല്ലേ. കണ്ടില്ലേ, അങ്ങനെ ഇളകും പറഞ്ഞ രീതിയിലാണ്. അമ്മ എന്നെ കളിയാക്കുകയൊക്കെ ചെയ്തു ഞാൻ കയറി കഴിഞ്ഞാൽ പൊട്ടി വീഴുന്നൊക്കെ.
അങ്ങനെ ഞങ്ങളെല്ലാം എല്ലാവരും കഴിച്ചപ്പോൾ ഇതിന് ചാറ്റൽ മഴ ഒന്ന് കൂടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കാറ് കുറച്ച് അപ്പുറത്താണ് പാർക്ക് ചെയ്തത്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അങ്ങോട്ട് നടക്കണം. അപ്പോൾ ഞങ്ങൾ കണ്ടപ്പോൾ ഈ കാറിൻ്റെ അടുത്തേക്ക് പോണതിന് മുന്നേ ഇവിടെയൊക്കെ ഒന്ന് നടന്നിട്ട് ആ മഴയൊക്കെ ഒന്ന് കൊണ്ടിട്ട് പറഞ്ഞു എന്തായാലും സ്വിമ്മിംഗ് പൂളിൽ പോയിട്ട് തലയൊക്കെ നനച്ച് ആകെ ഇതായിരിക്കണം, ഇനി എന്തായാലും കുളിച്ച് കയറാമെന്ന് പറഞ്ഞ അവസ്ഥയിൽ ഞങ്ങൾ വെള്ളത്തിൽ ഇറങ്ങി. മഴയൊന്നും ഞങ്ങൾ നോക്കിയില്ല. അങ്ങനെ മഴ കൊണ്ട് നടക്കുന്നതാണ് ഈ കാണുന്നത്. നമുക്ക് പിന്നെ മഴ ഒന്നും വിഷയമല്ലല്ലോ. അമ്മമാർ വിളിച്ചാലും നമ്മൾ കയറില്ലേ മുറ്റത്തുനിന്ന്. അങ്ങനെ നടക്കുമ്പോഴാണ് ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള റോഷേട്ടനെ കണ്ടത്. അവരിത് 5 കിലോമീറ്റർ വന്നിട്ടാണ് ഇവിടെ ചായ കുടിക്കാൻ വന്നിരിക്കുന്നത്. അവർ ചായ കുടിക്കാൻ വന്നതാണ്. അവർ വൈബ് വേറെ തന്നെയാണ്. എല്ലാവരും തന്നെ പറയണേ ഇവിടെ വന്ന് ചായ കുടിക്കുന്നവരാണ് മിക്കവാറും. ഡെയിലി ഇവിടെ വന്ന് ചായ കുടിക്കുന്നത് ചിലവർ പറയണേ. ഞങ്ങൾ അവരായിട്ട് കത്തിയൊക്കെ അടിച്ച് കുറച്ച് നേരം നിന്നിട്ട് അപ്പോഴാണ് ആ കല്ലുമ്മ കൂടെ നടക്കുന്നത്. കല്ല് ഇളകണമൊക്കെ ഉണ്ട്. പാമ്പ് എന്തെങ്കിലും ഉണ്ടാണാവൂലില്ല. അതൊന്നും ഞങ്ങൾ നോക്കിയില്ല. ഞങ്ങൾ അതിൽ കൂടെ നടക്കൽ തുടങ്ങി. വീണ നീന്തൊക്കെ കൂടി നിച്ചില്ല. ഇടയ്ക്ക് കല്ലെറിയുന്ന പ്രധാന വഴി മറ്റേ കല്ലെറിഞ്ഞിട്ട് ചാടി ചാടി പോലും, പക്ഷെ ആ എറിഞ്ഞ പാടൊക്കെ താഴേക്ക് പോകുക എന്നല്ലാണ്ട് ഒന്നും അവന് പൊന്തി പോകില്ല. അങ്ങനെ ചട്ടിച്ചോറും പൊരിക്കടിയൊക്കെ കഴിഞ്ഞ് അടുത്ത ഊഴെന്ന് പറയണത് ഉപ്പിലിട്ടേക്കാണ് പോയത്. അങ്ങനെ പൈനാപ്പിളും മാങ്ങയും ക്യാരറ്റൊക്കെ കാറി ഇരുന്ന് തന്നെ മേടിച്ച് കഴിച്ചു. താങ്ക്സ് ഫോർ വാച്ചിങ്.